മുന്നേ എൻ്റെ പൊന്നെ വെളിയിലൊക്കെ ഭയങ്കര മഴ. എൻ്റെ പൊന്നൊന്ന് ഉമ്മച്ചി, എനിക്ക് വെളിയിൽ കിടക്കാൻ പറ്റൂല ഉമ്മച്ചി, ഭയങ്കര തണുപ്പ് ഉമ്മച്ചി എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കിടക്കുകയാണ് എൻ്റെ അമുൽ ബേബി. ഞാനും ഉമ്മച്ചി ഭയങ്കര കൂട്ടാണ് കേട്ടോ. എനിക്കൊരു സന്തോഷമുണ്ടെങ്കിൽ എൻ്റെ മുന്നാണേ, ഞാനൊരു സന്തോഷത്തിൽ ഇവിടെ ഇരിക്കണമെങ്കിൽ എൻ്റെ മുന്നാണേ, എൻ്റെ മുന്നായി ഞാനും ഭയങ്കര കൂട്ടാണ്. മുന്നാച്ചി മോനെ, ഓണമെല്ലാം വരുന്നല്ലേ, മുന്നാച്ചിക്ക് ഉടുപ്പൊന്നും വേണ്ടേ? എൻ്റെ മുന്നാച്ചിക്ക് ഉടുപ്പൊന്നും വേണ്ടേ? മിച്ചി, എനിക്ക് ഉടുപ്പൊന്നും വേണ്ട, എനിക്ക് ഒരു കാര്യം ചെയ്താൽ മതി. വിശപ്പിന് നല്ല മീൻ അങ്ങോട്ട് മേടിച്ചണം, എന്നിട്ടും അത് ചോറിനകത്തൊന്നും പൊതിഞ്ഞു വെക്കാതെ മുഴുവനായിട്ട് കഴുകി വെട്ടി ഇനി തരണം. അത് മാത്രം ഉമ്മച്ചി ചെയ്താൽ മതി. അല്ലെങ്കിൽ ഉമ്മച്ചിയെടുത്ത് ഞാൻ പിണങ്ങുവേ. ഞാൻ മെനിഞ്ഞാന്ന് പിണങ്ങിയത് ഓർമ്മയുണ്ടോ ഉമ്മച്ചിയെടുത്ത്? ഉമ്മച്ചിയെടുത്ത് ഞാൻ ഗൗരവം കാണിച്ചത് ഓർമ്മയുണ്ടോ? എന്നിട്ടും ഇനി സംസാരിക്കാൻ വന്നപ്പോൾ ഞാൻ വെറുതെ പോയൊരിടത്ത് ഇരുന്നത് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ഉമ്മച്ചി, ഞാൻ ഉമ്മച്ചിക്ക് ഒരു ശല്യമല്ല, എൻ്റെ ഉമ്മച്ചിക്ക് കൂട്ടാണ്. എൻ്റെ ഉമ്മച്ചിയെ ഞാൻ എപ്പോഴും സന്തോഷിപ്പിക്കും. എൻ്റെ ഉമ്മച്ചിയുടെ കൂടെ കളിച്ചും, എൻ്റെ ഉമ്മച്ചിയുടെ കൂടെ ഇവിടെ കിടക്കും, വെള്ളവും കഴിക്കും. പിന്നെ വല്ലപ്പോഴും, ആഴ്ചയിലോ വല്ലപ്പോഴും ഒന്ന് ഞാൻ പുറത്തു പോവും, വല്ലവരോടെ ഒന്ന് ചെറിയ അടി കൂടും, ഇനി പോടും. ഇത്രയും ഞാൻ ചെയ്യുള്ളൂ. മുന്നാച്ചി ഞാനും ഭയങ്കര കൂട്ടാണ്. ഇതാരടി കിടക്കുന്നത്? ഇതാരെ മുത്താണിടേ കിടക്കുന്നത്? എൻ്റെ പൊന്നു വന്നതിന് ശേഷമാണ് നമുക്കൊരു സന്തോഷം നമ്മളെ വീട്ടിൽ. ഉമ്മച്ചിയുടെ സമയം പോണതിന് ഞാൻ വന്നതുകൊണ്ടല്ലേ. ഞാൻ എത്ര അരുമയായ മോനാണെന്നറിയാവോ ഉമ്മച്ചിക്ക്? ഞാൻ അരുമ പൊന്നു മോനാണ്. സ്നേഹമൊക്കെ ഉണ്ട്. തൊടല്ലേ ഉമ്മച്ചി, ഞാൻ ഉറങ്ങട്ടെ. സ്നേഹം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് കാണിച്ചു തരുമോ? ഉറങ്ങുന്ന ഞാൻ എങ്ങനെയാണ് ഉമ്മച്ചി ആലോചിച്ച് കാട്ടുന്നത്? ഞാൻ മാത്രം തൊട്ടാലേ ഉള്ളേ എൻ്റെ പൊന്ന്. വാലം വെച്ചോ ഉമ്മച്ചി, കുഴപ്പമില്ല ഉമ്മച്ചി, വെറുതെ പറഞ്ഞത്. മക്കൾ വാലൊന്നും കാണിച്ചിട്ടുണ്ട്, മക്കൾ കിടന്ന് ഉടങ്ങിക്കോ. മുത്തുമണിയേ, ഇച്ചിരി മുത്തുമണിയേ, സത്യം മനസ്സിനൊരു സന്തോഷവും ഒരു പ്രശ്നവുമില്ല എനിക്ക്. ഞാൻ ഹാപ്പിയാണേ. നമ്മൾ മിണ്ടാപ്രാണികൾക്ക് ആഹാരവും കൊടുത്ത് അവരെ സന്തോഷവും കൊണ്ട് ഉള്ള വീടും പരിസരവും വൃത്തിയാക്കി വീട്ടിൽ ഇരുന്നാൽ എന്ത് സന്തോഷമാണ്. ഒരു കുഴപ്പവും ഇല്ല. അല്ലാതെ ഒരു കാര്യത്തിനും പോയി ഇടപെടുകയും എൻ്റെ കഞ്ഞിയാണോ കുടിച്ച് സന്തോഷത്തോടെ ഇരി. വീട്ടും പരിസരവും വൃത്തിയാക്കി ജോലിയും ചെയ്ത് ഒരു ജീവപ്രാണിയും നോക്കി അങ്ങ് ഇരിക്കണം. ഉമ്മച്ചിക്ക് ഒരു മുന്നേ മാത്രമേ ഉള്ളൂ. ഉമ്മച്ചിക്ക് കോഴി ഉണ്ടായിരുന്നു, പക്ഷേ ഉമ്മച്ചിക്ക് പേടിയാണ്. കീരി പിടിച്ചുകൊണ്ട് പോയാൽ ഉമ്മച്ചി കരയും, ഉമ്മച്ചിക്ക് സങ്കടം വരും. പിന്നെ കോഴിക്ക് ക്രാക്കോ ഇല്ല കറക്കം വന്ന് മരിച്ചു ആയാലും ഉമ്മച്ചി കരയും. അതുകൊണ്ട് ഉമ്മച്ചി ഇപ്പം വളർത്തൂല. ഇപ്പം വളർത്തുന്ന എന്നെ മാത്രമാണ്. എനിക്കൊരു ചെറിയ മുറിവ് വന്നിട്ട് ഉമ്മച്ചി സഹിച്ചിട്ടില്ല. അപ്പരപ്പര ആട്ടോ ഓടിച്ചു, അപ്പരപ്പര കൊണ്ടുപോകും, ആഴ്ചയെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് ചോദിക്കും, എൻ്റെ മുന്നാടെ എന്താ മുറിവ് ഉണങ്ങാത്ത, ഒന്ന് നോക്കിയേ എന്നും പറഞ്ഞങ്ങ് പറയും. അങ്ങനെ എത്ര പ്രാവശ്യം എൻ്റെ ഉമ്മച്ചി കൊണ്ടുപോയെന്നറിയാം. എൻ്റെ ഉമ്മച്ചി അങ്ങനെയാണ്, പേടിച്ചിട്ടുകൂടിയാണ് എൻ്റെ ഉമ്മച്ചി. എൻ്റെ വീട്ടിൽ ഒരു പെൺപൂച്ച ഒരു രണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് വന്നിട്ട് പെൺപൂച്ച അങ്ങ് മരിച്ച്, തള്ളപ്പൂച്ച. അപ്പോൾ ഉമ്മച്ചി അങ്ങ് കഴിഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. വാവിട്ട് ഉമ്മച്ചി അങ്ങ് കഴിഞ്ഞു. എന്നിട്ട് ഒരപ്പനെ വിളിച്ച് ഉമ്മച്ചി വാവച്ചിയെ കുഴിച്ചിട്ട് തുണി വെച്ചിട്ട് തുണി പൊതിഞ്ഞാണ് ഉമ്മച്ചി കുഴിച്ചിട്ടത്.